റോമിയുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നു. മൊട്ട വിത്ത് അവക്കാഡോ. റോമി, എൻജോയ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഗുഡ് ബോയ്. ലിയോണ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഫുഡ് റെഡിയാക്കുന്നു. സം ബെറീസ്, ആപ്പിൾ, പിന്നെ സാൻഡ്വിച്ച് അല്ലേ? സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു. നമ്മുടെ ഗ്രോസറി ഒക്കെ തീർക്കണം. മുട്ട പുഴുങ്ങുകയോ നീ അതോ? ഓക്കെ. ഹലോ, ക്യാമറയിലായോണ്ടാണ് ഇത്ര വിനയം. ഇത്ര വിനയത്തോടെ എന്നോട് പറഞ്ഞത്. റോമിനെ തീറ്റിക്കുക എന്നുള്ള ടാസ്കിലേക്ക് പോകും. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ലിയോണയുടെ സാൻഡ്വിച്ചിൽ എന്താടി? സാൻഡ്വിച്ചില് ഹാം, സ്മോക്ക് ടർക്കി, ചീസ്. ആക്ച്വലി ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഏത് വേണം? മസ്റ്റർഡ് വേണോ? ഇത് സ്പൈസി അല്ല. മേയോ രണ്ട് ഇത് കൂടെ മിക്സ് ചെയ്യാം. നമ്മൾ കുറച്ച് വെജീസ്, ഫ്രൂട്ട്സ് ഉണ്ട്. ആപ്പിൾ ആൻഡ് ബെറീസ്, മുട്ട പുഴുങ്ങിയത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് റോമിയാണ് ഒന്നും കഴിക്കുന്നില്ല. ഇല്ലടാ, റോമി ഒന്നും കഴിക്കാതെ ഇവിടെ നീന്തി നടക്കുക. റെഡി ആയിരിക്കുകയാണ് ലിയോണയുടെ ഔട്ട്ഫിറ്റ്. റോമിയുടെ ഔട്ട്ഫിറ്റ് ഇന്ന് ചെറിയ തണുപ്പുണ്ട്. ഞങ്ങൾ ആക്ച്വലി ലേറ്റ് ആയിപ്പോയി. കുറച്ച് നേരത്തെ എണീറ്റ് കഴിക്കും. പക്ഷെ റോമി പിന്നെ ഉറങ്ങി. പിന്നെ എല്ലാവരും കുറച്ച് മടിയാണ്. ലിയോണയാണ് ഇവിടെ ഒരുങ്ങി കെട്ടി ഇറങ്ങുമ്പോൾ കുറച്ച് സമയമാവും. ഈ സ്റ്റൈൽ റാണിയാണെന്നാണ് വിചാരം. എടി വാ, നീ നിന്റെ വാച്ച് എടുത്തിട്ടാ. ഹാൻഡ് ബാഗോ? വാ പോകാം. ഏയ് തീരില്ല. വന്നേ എടി, എടുത്തോണ്ട് വാ. എടി വാ, ബാഗ്. എടി നിന്റെ വാച്ച് എടുക്കുന്നുണ്ടോ? എടുക്കടി. ഇന്ന് എനിക്ക് ഉറക്കക്ഷീണ. ഇന്നലത്തെ എൻ്റെ ഉറക്കം ശരിയായില്ല. ആക്ച്വലി നമ്മൾ ലേറ്റ് ആയി കിടന്നു. നിന്റെ ബിഗ് ബോസ് ഇരുന്നാണ് ഞാൻ പറഞ്ഞേ. ഞാൻ കാണാതെ കിടക്കാന്ന് പറഞ്ഞ. ബാഗൊക്കെ പാക്ക് ചെയ്യൂ. നീ എന്നെ ഇടിച്ചോ? എന്നാ വൈകിട്ട് പോവാൻ നമുക്ക്. ഇപ്പൊ അത് മതി. നീ വന്നേ നമുക്ക് പോവാം. കുട്ടാ തിന്നാതെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ലതായിട്ട് ലേറ്റ് ആയി. റോമിനെ കാർ സീറ്റിൽ ഇരുത്തുന്നു. റോമി ഇടയ്ക്ക് ഫസ്റ്റ് നാപ്പ് എടുത്തത് കൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. ലെറ്റ്സ് കയറി നമുക്ക് പോകാം. വണ്ടിക്കെന്നാ പൊക്കവാ. നീളം കുറഞ്ഞ ആൾക്കാർക്ക് ഈ വണ്ടി കയറാൻ ഇത്തിരി പാട് വിടും. അമ്മേ, ലെറ്റ്സ് ഗോ.
ഞാനൊരു സാധനം അയച്ചു തന്നായിരുന്നല്ലോ. ഗൂഗിൾ മാപ്പിൽ ഞാൻ ബേസിലെടുത്തു. ലേക്ക് ഹോളിവുഡ് പാർക്ക് നടിക്കുക. ലേക്ക് ഹോളിവുഡ് പാർക്ക്. നമുക്ക് ആ ഹോളിവുഡ് സൈൻ കാണാൻ പോവാം. ഓക്കേ. ഹോളിവുഡ്. ലേക്ക് ഹോളിവുഡ്. യെസ്. അപ്പോൾ ഗൈസ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരുങ്ങി കെട്ടി ഇറങ്ങി. ഫൈനലി ഞങ്ങൾ ആക്ച്വലി ഇന്ന് ഞങ്ങൾ എങ്ങോട്ടായിരുന്നു പോകുന്നത്? ലേക്ക് ഹോളിവുഡ് പാർക്കിൽ പോവുകയാണ്. അവിടെ നിന്ന് നമുക്ക് ഹോളിവുഡ് എന്ന് എഴുതിയേക്കുന്ന ആ സൈൻ നന്നായിട്ട് കാണാം. ഇവന് ഞാൻ സംസാരിക്കുമ്പോഴാണല്ലോ ലീലാവിലാസങ്ങൾ. ഇച്ചിരി മൂഡ് ഓഫ് ആണ് ഇന്ന്. പല്ലിന്റെ ആണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. എനിവേസ് ഞങ്ങൾ ആ ഹോളിവുഡ് സൈൻ കാണാൻ വേണ്ടി ലേക്ക് ഹോളിവുഡ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലേക്ക് പോവുകയാണ്. 24 minutes drive. Yeah, 24 minutes drive. 24 minutes കൂടി ഉണ്ട്. അപ്പം അവിടെ പോയി അതിന്റെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. ആക്ച്വലി ലേക്ക് ഹോളിവുഡിന്റെ ആ സൈനിന്റെ അടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഹൈക്ക് ചെയ്ത് പോകണം. ഇവനെ കൊണ്ട് ഹൈക്ക് എന്തായാലും പറ്റത്തില്ല, കുറച്ച് ദൂരം ഉണ്ടത്. അപ്പം അതാണെങ്കിൽ ഒന്നും കൂടെ ക്ലോസപ്പ് ആയിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ. നമുക്ക് ആ ഉണ്ടാക്കിയ സാധനത്തിന്റെ അടിയിൽ എന്തായാലും പോയി നിൽക്കാൻ പറ്റത്തില്ല. ദൂരെ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് ആണ് ശരിക്കും ഹൈക്ക് ചെയ്ത് പോകേണ്ടത്. നമുക്കത് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു പാർക്കിൽ ചെന്ന് അവിടെ ഒരു വ്യൂ ഉണ്ട്, അവിടെ നിൽക്കുന്നു. എന്നാടാ എന്നാ പറ്റി? Don't cry my dear son. ഇനി വേറെ എന്നാലാ? ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോവുകയാണ്. ലോസ് ആഞ്ചലസിന്റെ ഫുൾ വ്യൂ അവിടെ നിന്ന് കിട്ടും. സോ അവിടെ പോവും. വാവ ഇന്ന് ഇച്ചിരി അൺഹാപ്പിയാണ്. പ്രൊഡക്ഷൻ എൻട്രൻസ്. നൈസ് ഗായ്സ്. അങ്ങ് ദൂരെ നമുക്ക് ഹോളിവുഡിന്റെ സൈൻ കാണാൻ പറ്റുന്നുണ്ട്. കാണാമോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് കാണാം. അതെ, അവിടെ ഞങ്ങളിങ്ങനെ ഈ ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യൂ കാണാൻ വേണ്ടിട്ട്. മൈ ഗാഡ്. ലേക്ക് ഹോളിവുഡ് എസ്റ്റേറ്റ്സ്. അയ്യോ, എങ്ങോട്ടാടാ? നോട്ട് എ ത്രൂ സ്ട്രീറ്റ് അങ്ങ് മേലോട്ട് പോകുന്നു. എന്നാ ഇവിടെ ഇട്ടിട്ട് അല്ല, അതിനകത്തൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട്. പക്ഷെ അല്ല, ഇത് കറക്റ്റ് റൂട്ട് അതാ. അതെന്നാ ഈ പുള്ളി കാണിക്കുന്നത്? പൊക്കോളൂസ്. ഓ മൈ ഗോഡ്, ഹോളിവുഡ്. അയ്യോ, ആരൊക്കെ പോയി. അടിപൊളി വെറൈറ്റി വീടുകളാണ്. ഓസ്ട്രേലിയ പോലെ ബോറിംഗ് ഒരു വീടുകളില്ല. അയ്യോ, പേടിയാണ്. നല്ല വെറൈറ്റി രസമുള്ള വീടുകൾ. വണ്ടികളൊക്കെയാണ് നല്ല വെറൈറ്റി. ഗൈസ്, അതാണ് ഹോളിവുഡ്. അതിനാ നീ അങ്ങോട്ട് പോകുന്നേ? അങ്ങോട്ടായിരിക്കും അല്ലേ പാർക്ക്. ഐ തിങ്ക് ഇവിടെ. അങ്ങനെ ഫൈനലി ഇതാ ഹോളിവുഡിന്റെ സിമ്പിൾ. അതിനിവിടെ സ്ട്രോളർ സെറ്റ് ചെയ്യുന്നു. വാവതായിരിക്കുന്നു. വാവേ, ഹോളിവുഡിന്റെ സൈൻ കാണാം. ആണോ? ഹോളിവുഡിന്റെ സൈൻ കാണണ്ടേ? എന്നാ പറ്റി?
എന്നെ പറ്റുവാവേ ഹോളിവുഡിന്റെ സൈൻ കാണണ്ടേ നിനക്ക്? ഇഷ്ടാണോ? എന്നാ പറ്റിയടാ? അച്ചോ അയ്യോ. അങ്ങനെ ദൂരെ നമുക്ക് ഹോളിവുഡ് സൈൻ കാണാം. ഞങ്ങളിവിടെ ഒരു താഴെയുള്ള ഒരു പാർക്കിലെത്തി. ഇവിടെ ചെറിയ റെനോവേഷൻ പണികളൊക്കെ നടക്കുവാണ്. ഇതാണ് ആ പാർക്ക്. ലിയോമ്മ ഇവിടെയുണ്ട്, റോമിച്ചൻ ഇവിടെയുണ്ട്. ഇച്ചിരി സങ്കടത്തിലാണ് റോമിച്ചൻ. ഹോളിവുഡ് കുന്നിൽ ഹോളിവുഡ് സൈൻ. ഇവിടെ എവിടെ നിന്ന് നോക്കിയാൽ ഈ ഹോളിവുഡ് സൈൻ കാണാം. നമ്മൾ ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി എത്തിയേക്കുവാണ്. അതായത് ഇവിടെ നിന്ന് ലോസ് ഏഞ്ചൽസ് ഫുൾ വ്യൂ കിട്ടും. പൊതുവെ ഇവിടെ ആകാശത്ത് എന്തോ ജെറ്റ്സ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ അവർ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ്. എന്തോ സംഭവം എഴുതിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ആണെന്ന് വിചാരിച്ച ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ ഉച്ചയായപ്പോൾ ചൂടെ റൂമിന് ഞങ്ങൾ ഫുൾ പാക്കൊക്കെ ചെയ്താ വന്നത്. ഇപ്പൊ ഇനിയിപ്പോ സൺസ്ക്രീനും ഇടുന്നു. ആക്ച്വലി നല്ല ചൂടായിപ്പോ. കുട്ടി നിക്കറുടെ ആദ്യമേ ഫുൾ സ്ലീവ് ഒക്കെ ഇടിപ്പിച്ചു. പിന്നെ റോമിച്ചന് ഇച്ചിരി മൂഡ് ഔട്ട്. അവന് പല്ല് വരുന്നതിന്റെ ആണോ ചൂടടിച്ചിട്ടാണോ എന്താണെന്ന് അതില്ല. എന്നാ ഇപ്പൊ കുഴപ്പമില്ല അല്ലേടി? കാർ സീറ്റ് കിട്ടണോ? പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ് പൊതുവെ. ഇന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇച്ചിരി മൂഡ് ഔട്ടാണ്. ഞങ്ങൾ കുറച്ച് സ്ലോ ആക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഞങ്ങൾ പാർക്ക് ചെയ്തു. $10 per hour. ആകാശത്ത് അവർ ജെറ്റ് വെച്ചുള്ള എഴുതിയുള്ള കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം മാഞ്ഞു പോകാൻ തുടങ്ങി. എന്താണോ എന്തോ പരസ്യമാണെന്ന് തോന്നുന്നു. സംതിങ്. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഹോളിവുഡ് സൈൻ അവിടെ ദൂരെ കാണാം. എവിടെ നിന്ന് നോക്കിയാലും ഹോളിവുഡ്. റോമിച്ചൻ്റെ സ്ട്രോളർ റെഡി. സ്ട്രോളർ ഉള്ളത് വലിയ ഹെൽപ്ഫുള്ളായി. റോമിച്ചനെ അവിടെ റെഡിയാക്കുന്നു. നമുക്ക് പതുക്കെ പോകാം. ആക്ച്വലി ചൂടാണ്, നല്ല ചൂടുണ്ട്. ലിയോണനെ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ കിം കാർഡാഷ്യൻ്റെ അനിയത്തിനെ കൂട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ റോമിച്ചനെ ഞങ്ങൾ കണ്ടോ, നല്ല വെയിൽ. നമ്മൾ വിചാരിച്ചതിനേക്കാളും വെയിലുണ്ട്. റോമിച്ചനെ മൂടിയിട്ടേക്കുക. പാവം. ആക്ച്വലി എയർ ഫ്ലോ ഉണ്ട് ഞങ്ങൾക്കൂടെ. സോ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ നമ്മളിന്ന് ഗ്രിഫിത്ത് ഒബ്സർവേറ്ററിയിലേക്ക് എൻ്റർ ചെയ്യും. ഇവിടെ ടിക്കറ്റ് ഉണ്ടോ? കാണുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇന്നത്തെ ആക്ച്വലി വിസിബിലിറ്റി കുറച്ച് കുറവാണ്. ആക്ച്വലി വെയിലാണെങ്കിലും തണലത്ത് വന്ന് നിന്നപ്പോഴത്തേക്കും നല്ല സുഖം, ചെറിയ കാറ്റ്. റോമി ഇപ്പം ചെറിയ സ്നാക്കൊക്കെ കഴിച്ചിരിക്കുക അല്ലേ റോമി? സ്നാക്ക് കഴിച്ചിരിക്കുന്ന റോമി. ഇതാണ് അവിടെ ടോയ്ലറ്റിൽ വെയിറ്റിംഗ് ആണ്. ഇവിടെ നിന്നും ഹോളിവുഡ് ഇടയ്ക്കൂടെ ഹൈക്കിംഗ് ഒക്കെ ചെയ്യേണ്ടവർക്ക് ഹോളിവുഡിലേക്ക് ഹൈക്ക് ചെയ്ത് പോകാം. കുറേ ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്.
സോ നമുക്ക് ഇവിടുന്ന് സെൽഫി എടുക്കാം. കണ്ടു കഴിഞ്ഞാൽ ഒരു മോസ്ക് പോലെയുണ്ട്, പക്ഷെ മോസ്ക് അല്ല. ഇതുകൊണ്ട് ഓർബിറ്റ് ഓഫ് നെപ്റ്റ്യൂൺ എല്ലാം. നീ അത് ശ്രദ്ധിച്ചോല്ലേണ? കൊച്ചിനെ നീ ഇപ്പോൾ മാനേജ് ചെയ്യൂ. ഇത് കണ്ടോ? ഇന്ന് മൂഡ് ഓഫാ. റോമിച്ചൻ ഇച്ചിരി മൂഡ് ഓഫാണ്. ഇത് കണ്ടോ? ഓർബിറ്റ് ഓഫ് യുറേനസ്. നല്ല വ്ളോഗർ, ഫാമിലി വ്ളോഗർ. ഇതാണ് ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി സെലിബ്രേറ്റിംഗ് 90 years. ഇതിലെന്തോ ഉണ്ട്. അതിനാ പറ്റാത്ത ടെലസ്കോപ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇന്ന് വിസിബിലിറ്റി കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഭയങ്കര വിസിബിലിറ്റി തീരെ കുറവാ. റോമിച്ചൻ അതിനകത്ത് മൂടിയിട്ടേക്കുന്നതുകൊണ്ട് റോമിച്ചൻ കലിപ്പില്ല. ഇതിനകത്ത് നോക്കിയാൽ എല്ലാം കാണാം. എനിക്ക് എത്രത്തോളം ലോസ് ഏഞ്ചൽസ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ വിസിബിലിറ്റി കുറവായതുകൊണ്ട് let's see. അമ്മ മോനോട് ഇരിപ്പുണ്ട്. പൊക്കോ കിട്ടോ? ഇവിടെ നല്ല നോക്കട്ടെ. നിങ്ങളുടെ ഫോട്ടോ എടുക്കാം അവിടെ. കറങ്ങി വന്നപ്പോഴത്തെ വീണ്ടും ഹോളിവുഡ്. ഇതിനകത്തോട്ട് കയറത്തെ 2 ടെലിസ്കോപ്പ്. അതാണ് അതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കുക. പക്ഷെ നമുക്ക് കാണാൻ പറ്റുമോ? പുറത്ത് കയറിയിരിക്കുന്നത് അല്ലോ റോമിച്ച സാധനം സന്തോഷത്തില്ല. മുടിയൊക്കെ പിടിച്ചു വാ. ദൂരെ ഹോളിവുഡ്. അവിടെ റോമിച്ചൻ സൂപ്പർമാനെ കൂടെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒബ്സർവേറ്ററി കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ വീണ്ടും ഇനി ഒന്ന് ഒരു ലഞ്ച് സ്റ്റോപ്പ് വേണം. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവാം. പിന്നെ അടുത്ത സ്ഥലത്ത് ചെന്ന് കാണാം. അടുത്ത നമ്മൾ പോകുന്ന വോക്ക് ഓഫ് ഫെയിം അല്ലേടി? ഫുഡ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വോക്ക് ഓഫ് ഫെയിം പോകണം. ഇനി ഞങ്ങൾ അങ്ങനെ ഒത്തിരി ബിസി ആക്കുന്നില്ല. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ആ ബീച്ച് സൈഡിൽ പോയി സൺസെറ്റ് കണ്ട് തിരിച്ചു പോവാം. ഇന്ന് റോമിക്കും കുറച്ച് റെസ്റ്റ്, എല്ലാവർക്കും നന്നായിട്ടൊന്ന് ഉറങ്ങാനുള്ളൊരു ടൈം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഏർലി ഞങ്ങൾ തിരിച്ചു പോകും അല്ലേ? ഡ്രൈവർലെസ് കാർ കണ്ടോ? എനിക്ക് ട്രൈ ചെയ്യണം, പറ്റുമെങ്കിൽ അടുത്ത ദിവസം ഒന്ന് ട്രൈ ചെയ്യണം. ഞങ്ങൾ ആക്ച്വലി ഇപ്പം റോമി ചലമ്പായതുകൊണ്ട് റോമിനെ ഞങ്ങൾ ഇറക്കി വെച്ച് സിറ്റിയിലോട്ട് ഇരുത്തി ഉറക്കാനുള്ള ശ്രമത്തിലാണ്. വൈറ്റ് നോയ്സ് ഇട്ടിട്ടുണ്ട്. അവനെ കിടത്തി, പാല് കൊടുത്തിട്ട് കിടത്തി. ഇപ്പോൾ ഹോളിവുഡിലാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ഇവൻ ഉറങ്ങിയാലേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ഹോളിവുഡ് ടൗൺ അങ്ങനെ എന്തോ ആണ് മാപ്പിലൊക്കെ കാണിച്ചത്.
ഈ ബുളവാർഡിൽ തന്നെയാണ് വാക്ക് ഓഫ് ഫെയിം ആ മറ്റേ എല്ലാവരുടെ സെലിബ്രിറ്റീസിന്റെ ഹാൻഡ് പ്രിന്റ്സ്. യെസ്. പക്ഷെ ഇവിടെ അത്ര ക്ലീൻ ഒന്നും അല്ല, ആ സ്ഥലം ഇച്ചിരി 22 മിനിറ്റ്സ് വാക്ക് ഉണ്ട്. നമുക്കത് നമുക്ക് വണ്ടി എടുത്ത് പോയി കാണാം. ഇപ്പൊ നമുക്കൊരു അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്ന് റോമി എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സമാധാനത്തോടെ പോയി ഫുഡ് കഴിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടും. ആ വെള്ളത്തിൽ നിന്ന് മാറ്റി നടക്കാം. ഇൻ ആൻഡ് ഔട്ട് ബർഗർ ഹോളിവുഡിലോ ഇൻ ആൻഡ് ഔട്ട് ബർഗർ എത്തി. റോമി ഉറങ്ങി. 60 please, 60 please. മേടിക്കാൻ പോയി. എന്തൊക്കെയല്ലേ വേണം നീ ഓർഡർ ചെയ്ത്? 1 cheeseburger with onions, 1 double with onions, 1 animal fry style with chilies, പിന്നെ ഒരു ഡോക്ടർ പെപ്പർ. ഫുഡിന് വേണ്ടി അപ്പം നമ്മൾ വെയിറ്റിംഗ്. റോമിച്ചൻ ഫൈനലി ഉറങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഒരു മിനിറ്റ്, ഫുഡ് വന്നു. ഇതാണ് ഡബിൾ, ഇത് ചീസ് ബർഗർ, ഇത് ആനിമൽ സ്റ്റൈൽ ഫ്രൈസ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ തിന്നട്ടെ. ഇനിയിപ്പം പുളോകിയ സമയമില്ല. ഇവിടെ സിഗ്നൽസ് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനെ സ്റ്റോപ്പ് ഒരു ഹാൻഡ് കാണിക്കും, പിന്നെ ഒരു നടക്കാനുള്ളൊരു സിമ്പലും കാണിക്കും. അതിനുശേഷം ഒരു ടൈമർ പോലെ സംഭവം സെക്കൻഡ്സ് കാണിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം അടിച്ച് ഞങ്ങൾ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം കാണാൻ പോവാണ്. സ്ട്രീറ്റൊക്കെ മഹാമോശം, മോശം 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 എന്ന് പറഞ്ഞാൽ മോശം. ആരോ വഴിയിൽ തൂറി വെച്ചേക്കും. പട്ടിയാണോ? ബെസ്റ്റ്. ഞാൻ അടുത്ത് മനുഷ്യൻ തൂറി വെച്ചത്. എന്നാ കുഴപ്പമില്ല. പക്ഷെ കുറെ ജങ്കിയും കുറെ ഹോംലെസ് ആൾക്കാരും ഒക്കെ ആയിട്ട് വലിയ വൃത്തിയും മേനയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഹാൾ ഓഫ് ഫെയിമിൽ എത്തിയിരിക്കുകയാണ്. ഇവരൊന്നും എനിക്കറിയത്തില്ല. റീറ്റ ബോബ് മാർലിയാണെന്നുണ്ട് ഇവിടെ. പുള്ളിയുടെ ഒരു ഫോട്ടോ എടുത്തേ. ഇവിടെ ഇങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ആക്ടേഴ്സിൻ്റെയും പുള്ളിനെ അറിയാം. ഹോളിവുഡ് ടൗൺ ആണിത്. ഹോളിവുഡ് ടൗണിലുള്ള ഹോളിവുഡ് ബുളവാർഡ്, അങ്ങനെയാണല്ലേ ഇന്ന് പറയുന്നത്? വാക്ക് ഓഫ് ഫെയിം. റോമിച്ചാൻ ഇപ്പോഴും ഉറങ്ങുകയാണ്, വിച്ച് ഈസ് ഗുഡ്. സുവനീറൊക്കെ മേടിക്കാതെ കടയിൽ പോയേക്കാണ്. രണ്ടമ്മച്ചിമാര്. ഇവിടെ എന്തോ ബേസ്ബോൾ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ ജേഴ്സി ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു. ഇവിടുത്തെ എല്ലാ കാറുകളും സൈബർ ട്രക്ക് തൊട്ട് എല്ലാം റെൻറ്റിന് കിട്ടും. ലംബോഗിനി, ഫെറാറി. ലംബോഗിനിക്ക് വെറും $129, ഫെറാറി 89. ഇതെല്ലാം ഇത് ഇവിടുത്തെ ഫേമസ് ചൈനീസ് തിയേറ്ററാണ്. ഇവിടെ മൂവി സ്ക്രീനിങ് ഒക്കെ നടക്കും. ഹോളിവുഡ് സ്റ്റാർസ് ഒക്കെ വരുന്ന ഏരിയ. കൊള്ളാം. ഇപ്പം ഏതോ ഒരു പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സിൻ്റെ ഇത് നടക്കുന്നു. അതുപോലെ ഈ സ്ട്രീറ്റിൽ മുഴുവൻ നമുക്ക് ഇങ്ങനെ സ്റ്റാർസിൻ്റെ പേരും എല്ലാം കാണാം. നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം. ഇവിടെ ടോം. ഇത് കൊള്ളാലോ. നീ അവിടെ നിന്ന് പോയി പൊട്ട സാധനം മേടിച്ചു. ഒരു ഓസ്കാർ ഇത് മേടിച്ചാലോ?
എടി ഈ തിയേറ്ററിലാണ് ഓസ്കർ നടക്കുന്നത്. ഐ തിങ്ക് ഇതിനകത്താന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഫുഡ് മേടിക്കണം. മാർലിൻ മണ്ടോടെ ഫോട്ടോ എടുക്കുന്ന ലിയോൺ. ആ പോവാം. മതി ഇങ്ങനെ അങ്ങ് നടന്നിട്ട് അങ്ങോട്ട് പോവാം. അല്ല നമ്മൾ മറ്റേ ബീച്ചിൽ പോകുന്നില്ല. ആ അല്പം കോഫി ആകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്നത്തെ ഞങ്ങൾ ഏകദേശം സമാപിക്കാറായി. ലിയോണ ടയർഡായോ? എന്റെ മൂക്കിനകത്തോട്ടാണ്. അല്ല ഞാൻ 1.5 അപ്പം ഓക്കെ പറ. കോഫി കുടിച്ച് ഇന്ന് റൂമിൽ ഇച്ചിരി ടയർഡാണ്. ഞങ്ങൾ നേരത്തെ പോയി റെസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ. ടാക്കോ ബെല്ലടി, ആ ടാക്കോ ബെല്ല് ഈ ടാക്കോ ബെല്ല് ഇവിടുത്തെ ആശാനാന്ന് തോന്നുന്നു. സൈക്കിളൊക്കെ പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് പോകുന്നുണ്ട്. ഏരിയയിലെ ഗള്ളിയിലെ ആശാൻ. ആശാൻ അടിച്ചു പൊളിച്ച ലൈഫ് എൻജോയ് ചെയ്യുന്നു. എന്തായാലും ഇവിടുത്തെ കോൾ അത് എന്താ ഉള്ളേ? വാനില ചോക്ലേറ്റ് ബനാന പംകിൻ. ഏത് പ്രോട്ടീൻ്റെ ആണോ നീ പറയുന്നത്? അതെവിടെ ഇത് കണ്ടേ? നീ കണ്ണ് കാണാത്തയാണ്. ഏതാ വേണ്ടത്? ആ ഓക്കെ. എന്തൊക്കെയാ പറഞ്ഞ? ഷുഗർ ഫ്രീ വാനില ചോക്ലേറ്റ് ബനാന പംകിൻ. ആ എനിക്ക് ചോക്ലേറ്റ് മതി. നീ എന്നാ പറഞ്ഞേ? ഞാൻ പറയുന്നത് ഐസ്ഡ് പീക്കാൻ ക്രഞ്ച് ഓട്ട് മിൽക്ക് ലാറ്റെ. ഓക്കെ ടേക്ക് അവേയിൽ പറയാറുണ്ട്. നീ അവനെ തന്നിട്ട് പൊക്കോ, നീ പോയിട്ട് വാ. ബൈ ദ വേ റോമി എണീറ്റു, ഉറക്കം കഴിഞ്ഞ് എണീറ്റു. And you know how the angle on the go is projecting over the houses. ¿Pruebes no tiene azúcar? Porque a veces le ponen azúcar. Sí. ലിയോണെ വലിയ കാര്യത്തിൽ ലിയോണേനെ ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. ഓമിച്ചൻ എന്നാൾ എണീറ്റു. സ്റ്റാർബക്സിൽ എനിക്ക് വലിയ പ്രോട്ടീൻ സാധനം ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ലിയോണ ഒരെണ്ണം ഓർഡർ ചെയ്ത് ആ ഓർഡർ ചെയ്തതിൻ്റെ സെയിം പൈസ ടിപ്പും കൊടുത്തിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ നിന്റെ മുഴുവൻ ഞാൻ കുടിച്ചു. നീ എന്നാ പറഞ്ഞെന്നാ? റോമീനെ ഓർത്ത് ഞാൻ ക്ഷമിക്കില്ലടാ. അങ്ങനെ നമ്മുടെ സാധനം വന്നു. ഇപ്പൊ പറയുന്നതായിരിക്കും. എനിക്ക് സാധനം കിട്ടില്ല. ലിയോണ പൊട്ടിയ ഓർഡർ ചെയ്തത്. ആഹാ സൺസെറ്റ് കാണാലോ അവിടെ. ഓർഡർ ചെയ്ത് തെറ്റിപ്പോയി. താങ്ക് യു. എടി അപ്പുറത്തോട്ട് പോവാം. ലിയോണ ഇവിടെ വെയിറ്റ് ചെയ്യും. എങ്ങനെയുണ്ട്? മധുരാണോ? ഞാൻ തരുമായിരുന്നു. താങ്ക് യു. എന്നായിരുന്നു? സ്പൈസ് ഉണ്ട് കേട്ടോ ശരിക്കും. ആ പുതിയെന്നാ
10 മിനിറ്റ്. അവിടെ സൺസെറ്റ് നമുക്ക് കാണാം. നാട്ടിലെ പോലെ ഇവിടെയും ട്രാഫിക് ഓഫീസറൊക്കെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ സിറ്റി ഓഫ് ലോസ് ഏഞ്ചൽസ് പോലീസ് വണ്ടി നേരം അലമ്പിക്കൊണ്ടിരുന്ന അച്ഛന്ന് വിളിച്ചടാ. അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ കരച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് വീട്ടിലെത്തി. റൂമിൽ ഇച്ചിരി കരച്ചിലൊക്കെ ആയിരുന്നു. സോ ഞങ്ങൾ നേരത്തെ പോകുന്നു. വണ്ടിയൊക്കെ കരച്ചിലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ്. സോ ഞങ്ങൾ ഇന്ന് 6 മണിയായി. ലിയോണ ഡിന്നർ ഉണ്ടാക്കി. എന്നാടി ഉണ്ടാക്കുന്നു? എന്താ ഉണ്ടാക്കുന്നത്? ഓക്കെ. റോമിക്കും ഇത് തന്നെ കൊടുക്കാൻ. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഇവൻ ഭയങ്കര അലമ്പായിരുന്നു വണ്ടിയിലിരുന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവനെ നേരത്തെ ഉറക്കി എല്ലാം സെറ്റാക്കാന്ന് വിചാരിച്ചു പോകുന്നത്. വണ്ടിയിൽ നല്ല കരച്ചുണ്ട്. ഇപ്പൊ ആള് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. ഡിഷ് വാഷർ പിടിക്കാൻ വേണ്ട. അപ്പൊ അങ്ങനെ ഞങ്ങളിന്ന് ഹോളിവുഡും ബെവർലി ഹിൽസ് ഇന്നലെ പോയി. ഹോളിവുഡും വോക്ക് ഓഫ് ഫെയിമും ടൗണും എല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഇനി വന്നു. സോ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം റാപ്പ് ചെയ്യുന്നു. അല്ലേ റോമി? അപ്പൊ പാസ്ത വേസ്റ്റ് ആയി പോകത്തില്ലേ? അപ്പൊ നാളെ ഉണ്ടാക്കുവോ? എടി അവൻ താഴെ. ഞാൻ എടി അവന്റെ റോമി ഇന്ന് ഞങ്ങൾ പൊട്ടിക്കാൻ പോകുന്ന എൻ്റെ പുറകെന്ന് മാർത്തി ഓറഞ്ച് ക്രീമാണ് ഇന്ന് ഞങ്ങൾ പൊട്ടിക്കാൻ പോകുന്നത്. ഒലിപ്പോപ്പിന്റെ. അല്ല, പ്ലീസ് ഓപ്പൺ ഇറ്റ്. സാരമില്ല, അത് ബ്ലർ ചെയ്യാം. എന്താ ഞാൻ ഇടത്തില്ല. നിന്റെ പാപ്പം ബ്ലർ ചെയ്താ പോരെ? പിന്നെ എനിക്ക് നാട്ടിലെ ഓറഞ്ച് ഇത് സിറപ്പ് ഒരു ഫാൻഡയിൽ ഇച്ചിരി ക്രീം ഒഴിച്ച പോലെ. യെസ്, എക്സാക്ട്ലി. ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നത് ഇവനെൻ്റെ പുറകെ വരുന്നു. എൻ്റെ പുറകെ വരുന്നേ. ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നത് റോസ്റ്റ് പൊട്ടാറ്റോസ് ആൻഡ് ബ്രോക്കലി. തുറന്ന് കാണിക്കാം. And on the stove we have meatballs ഉണ്ടാക്കി. മീറ്റ്ബോൾസ്, പിന്നെ മീറ്റ്ബോൾസിന് സോസാണ്. അപ്പം ഞാനൊരു റേയോസിൻ്റെ ഹോം മെയ്ഡ് അൽഫ്രേഡോ സോസ് മേടിച്ചു. അപ്പം മീറ്റ് ബോൾസ് കുക്ക് ചെയ്ത് കഴിയുമ്പം ഈ സോസ് മീറ്റ് ബോൾസിലോട്ട് ഒഴിച്ച് ക്രീമി ആക്കാൻ. ദാറ്റ്സ് അവർ ഡിന്നർ ടുഡേ. എല്ലാം പ്ലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കാണിക്കാം. ബൈ. ഞാൻ ആ സോസ് മീറ്റ് ബോൾസിലോട്ട് ഇട്ടു. ഇച്ചിരി സിമ്മർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഫോർ 10 minutes. മീൻ വൈൽ വെജീസ് ഇപ്പോഴും റോസ്റ്റിംഗ് ആണ്. അയ്യോ ദേ വരുന്നേ. എന്നാടാ എന്തോ കഴിക്കാൻ തുടങ്ങി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സാധനം. മീറ്റ് ബോൾസ്, റോസ്റ്റ് പൊട്ടാറ്റോസ്, ബ്രോക്കലി, പിന്നെ ക്രീമി ആൽഫ്രേഡോ സോസ്. റോമിക്കും സെയിം സാധനമാണ്. മീറ്റ് ബോളാണ് കൊടുത്തത്. റോമിയുടെ പ്ലേറ്റ്.